ജങ്ക് ഫുഡ്സ് ഒരുപാട് വന്നു തുടങ്ങി. എയറേറ്റഡ് ഡ്രിങ്ക്സ് വന്നു. ഇപ്പോൾ KFC പോയാൽ ചിക്കൻ വാങ്ങിച്ചാൽ കൊക്കക്കോള ഫ്രീ ആകില്ലേ. അപ്പോൾ ആ കൊക്കക്കോള ഫ്രീ കിട്ടുമ്പോൾ എന്താ പറ്റുന്നത്, കുട്ടികളത് കുടിച്ചിട്ട് പിന്നെയും അവർക്ക് ഒരു ടെംപ്റ്റേഷൻ കാണും അത് വാങ്ങിച്ച് കുടിക്കാനായിട്ട്. അപ്പോൾ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സൊക്കെ ധാരാളം കുടിക്കുമ്പം അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് മാറും. ആദ്യം കൗമാരക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 14-13 വയസ്സ് മുതലുള്ള കുട്ടികൾ അവരുടെ ഒരു ജീവിതശൈലിയിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നാണ് മാമിന് തോന്നുന്നത്? അതിൽ പറയാനുള്ളത് നമുക്ക് ജങ്ക് ഫുഡ്സാണ്. നമുക്ക് 80s ഈ ജങ്ക് ഫുഡ്സ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജങ്ക് ഫുഡ്സ് വരാൻ തുടങ്ങിയത്. വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ മിക്സ്ചറും ചായയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കാലങ്ങളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ, അങ്ങനത്തെ സാധനങ്ങൾ വന്നു തുടങ്ങി. ആ സന്ദർഭം തൊട്ടാണ് ഈ വ്യത്യാസങ്ങൾ വന്നത്. അതാണ് ഈ കൊച്ചു കുട്ടികളുടെ കാര്യം പറയുന്നത്. അതായത് നമ്മൾ അച്ഛനമ്മമാർ തന്നെയാണത് അവർക്ക്, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ കുട്ടികൾക്ക് നമ്മളുടെ സാധാരണ ഫുഡ് ഇഷ്ടപ്പെടാതെയോ. അപ്പോഴേ ഈ പഫ്സൊക്കെ ആണെന്ന് വെച്ചാൽ അതിനകത്ത് നിറച്ചും എണ്ണയാണ്, മൈദയാണ്. എണ്ണയെന്ന് വെച്ചാൽ അതിനുണ്ടാക്കാൻ തന്നെ പ്രത്യേകിച്ചൊരു ഫാറ്റുണ്ട്. അത് 3 ലെയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫാറ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു അഡൾട്ട് കഴിക്കുന്ന ഭക്ഷണം ഒരു കൊച്ചു കുട്ടി കഴിച്ചാൽ അവരുടെ ശരീരത്തിൽ എന്തുമാത്രം ഫാറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ.